സങ്കീർത്തനത്തിലുള്ള ദൈവദാസരുടെ ശക്തമായ ദൈവ സന്ദേശം വെളിപ്പെട്ടു. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞ വിഷയത്തിന്റെ മറ്റൊരു ഭാഗം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം, അതിലെ രണ്ടാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പിന്നെ അവൻ ഏലിയാവിൽ നിന്നുള്ള പുതപ്പെടുത്ത് മടങ്ങി ചെന്ന് യോർദാന്റെ അരികെ നിന്നു. കരമുയർത്തി ആമേൻ പറ. ഹല്ലേലൂയ. ഞങ്ങളോട് ഇടപെടണമേ. തടസ്സമാരുടെ യേശുവിന്റെ നാമത്തിൽ ആമേൻ. പഴയത്തെ ദൈവം ഉപയോഗിച്ച ശക്തനായ മനുഷ്യനാണ് ഏലിയാവ്. തന്റെ സഹശിഷ്യനായി എന്റെ കൈക്ക് വെള്ളമൊഴിച്ചു കൊണ്ട് ഇരട്ട ശക്തി പ്രാപിച്ചു. ഏലിയാവ് എടുക്കപ്പെട്ട ശേഷം ഏലിയാവിന്റെ പദപ്പുമായി കലങ്ങി മറിഞ്ഞ് കലുഷിതമായി ഒഴുകുന്ന മരണമെന്ന് പ്രതിപാദിക്കുന്ന യോർദാൻ നദിയുടെ കരയിൽ അദ്ദേഹം ആവേശത്തോടെ നിൽക്കുക. ഒറ്റ കാര്യത്തിന് വേണ്ടിയാ ഇക്കര കിടക്കണം. ഒരാമേ പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. അടകജനവാസി നന്ദിയോടെ രാമേ പറഞ്ഞാട്ടെ. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞത് ഇങ്ങനെയാണ്. ഒത്തിരി തടസ്സമുണ്ടായി. ഗിൽഗാൽ, എരിഹോ, ബഥേൽ എന്നുള്ള എല്ലാ തടസ്സങ്ങളും ജീവിതത്തിൽ വന്നപ്പോൾ അതിനെല്ലാം വെട്ടിമാറ്റിച്ചു. നിന്റെ കൂടെ ഞാൻ വരും, എന്നോട് പോകാൻ പറയല്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഏലിയാവിന്റെ കൂടെ നടന്നവൻ ആ യോർദാൻ അക്കരെ ചെന്നപ്പോൾ ഏലിയാവ് ചോദിച്ചു, എലീശയെ ഞാൻ പോകാൻ പോവാ. കഴിഞ്ഞൊരു ദീർഘകാലം എന്റെ കൂടെ നീ ഒരുമിച്ച് ദൈവവേല ചെയ്തു, ഞാൻ നിനക്ക് എന്താണ് തരേണ്ടത്? ചോദ്യം വ്യക്തമാണ്, മറുപടിയും അതുപോലെ തന്നെ വ്യക്തമാണ്. ഒരുപക്ഷെ എരിഹോവിലെ അനാഥശാലയോ ബഥേലിലെ ബൈബിൾ കോളേജിന്റെ ചുമതലയോ ഈ ഗിൽഗാലിലെ സഭയും ചോദിക്കാം. പക്ഷെ ഒറ്റ ചോദ്യം, ഇതൊന്നും എനിക്ക് വേണ്ട. നിന്റെ മേൽ പറഞ്ഞ ആത്മാവിന്റെ ഒരു ഇരട്ട ശക്തി എന്റെ മേൽ വരണം. സാമ്പത്തിക അപകടങ്ങൾ ചോദിക്കുന്ന, വീടും വെള്ളവും വണ്ടിയും ചോദിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുള്ളപ്പോ ഒരു ഇരട്ടി അഭിഷേകം ചോദിച്ച എലീശ ഈ നൂറ്റാണ്ടിൽ നമുക്കൊരു മാതൃകയാണ്. ഇരട്ടി ശക്തിയുടെ അഭിഷേകത്തിന്റെ മറവ് ചോദിച്ച എലീശയ്ക്ക് അത് കിട്ടാൻ പ്രയാസമാണെന്ന് ഏലിയാവ് പറഞ്ഞെങ്കിലും ഒരു വ്യവസ്ഥ ഏലിയാവ് വെക്കുന്നുണ്ട്. ഞാൻ എടുത്തു കൊള്ളപ്പെടുന്നത് നീ കാണുമെങ്കിൽ പോരാ. ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു, എനിക്ക് ഉറപ്പില്ല, എവിടെയാണെന്ന് അറിയത്തില്ല. എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ആ പോകുന്ന യാത്ര നീ കണ്ടുകൊണ്ട് നിന്നാൽ എന്റെ ശക്തിയുടെ പുതപ്പ് നിന്റെ മേൽ ലഭിക്കപ്പെടും. ഒന്നാത്മാവിലല്ലേ പറയാ. ബാക്കി പിന്നെ പറയുമ്പോൾ ഈ വിഷയം ചേർക്കാനുണ്ട്. എന്നാൽ ഏലിയാവ് എടുക്കപ്പെട്ട് പുതപ്പ് താഴേക്ക് വീണു. അത് കൈകൊണ്ട് സ്നേഹത്തോടെ എടുത്ത്. കാരണം ഈ പുതപ്പിൽ എലീശ ആദ്യമായിട്ട് തൊടുന്നതല്ല. പറന്ന് താഴെ വീണ പുതപ്പെടുത്ത് തോളിൽ ചേർത്ത് പിടിച്ച് അതിനെ സ്നേഹത്തോടെ ആ പുതപ്പിനെ വട്ടം പിടിക്കുമ്പോൾ എലീശയ്ക്ക് ഒരു കാര്യം അറിയാം, ഇതെന്റെ മേൽ വീഴുന്നത് ആദ്യമല്ല. പാടത്ത് പണിയെടുത്ത് കാളയോടെ നിന്നപ്പോ ഒരിക്കലും പുതപ്പിന്റെ മേൽ വീണതാണ്. അത് ഞാൻ വിലയുള്ള കാളയെയോ അതിന്റെ തൊഴുത്തുകളെയോ അതിന്റെ ഉപകരണത്തെ വലിച്ചെറിഞ്ഞു. ഇതാണ് ശക്തിയുള്ള പുതപ്പ്. ലൗകികമായത് ഭൗതികമായത് പലതും ഞാൻ വേണ്ടെന്ന് വെച്ചത് ഈ പുതപ്പിന്റെ മേൽ വീണതോടുകൂടെയാണ്. എന്റെ മേൽ പുതപ്പ് വീണപ്പോ ഞാൻ കാളകളെ വിട്ടതാണ്. ഇന്ന് ആ പുതപ്പ് രണ്ടാമത് എന്റെ മേൽ പറന്നു വരിക. മനസ്സിലായിട്ടുണ്ടോ? ഞാനത് ഇന്നലെ രാത്രി ഇവിടുന്ന് വളരെ സമയം ചിന്തിക്കുമ്പോൾ എന്റെ ഉള്ളിൽ വളരെ വേദന ഉണ്ടായ ഒത്തിരി വിഷയങ്ങൾ കാണാനിടയായി. നല്ല രാമയം പറ. ഒരു കാലഘട്ടം ഇവിടെ സുവിശേഷം വിലയ്ക്ക് വിട്ട് ദൈവദാസനോട് ഇറങ്ങി വെച്ച് ആകെ കൂടെ കിട്ടി ഏലിയാവ് ഉപയോഗിച്ച് പഴഞ്ഞൊരു പുതപ്പ. പക്ഷേ പുതപ്പ് കയ്യിലിരിക്കുമ്പോൾ നമുക്കതിനെ പറ്റി ഒന്നും തോന്നത്തില്ലെങ്കിലും എലീശയ്ക്കൊന്നറിയാം, എന്താണ് ഞാൻ ആഗ്രഹിച്ചത്, എന്താണ് ഞാൻ ചോദിച്ചത്, അതാണ് ദൈവം എനിക്ക് തന്നത്. ലോകക്കാരുടെ മുമ്പിൽ പുതപ്പിന് വിലയില്ലല്ലോ, അതിനകത്തൊരു അഭിഷേകമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ആ പഴയ പുതപ്പിനെ മുറുകെ പിടിക്കുക. നമ്മൾ കാണുന്ന ആളുകൾക്ക് കർത്താവിനെ സേവിക്കാൻ അറിയുന്നത് ഒത്തിരി എന്തൊക്കെ കിട്ടിയവരുണ്ടാകും. പക്ഷെ നിനക്ക് കിട്ടിയത് അവർക്ക് കിട്ടിയതുമായി നീ താരതമ്യം ചെയ്യണ്ട. നിന്റെ കയ്യിൽ പുതപ്പേ ഉള്ളെങ്കിലും അവർക്ക് കിട്ടാത്തൊരു അഭിഷേകം ദൈവം നിനക്ക് തന്നിരിക്കുക. ഇതാണ് പുതപ്പ് ലഭിച്ചവന്റെ ഭാഗ്യം.
നിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഇരട്ടി ആത്മാവോട് കൂടെ പദപ്പാട്ട് എനിക്ക് തരണമെന്ന് ഇവിടെ നോക്കി ഏലിയാവിനോട് എലീശ ചോദിച്ചു. നല്ല രാമൻ പറ. ഒറ്റ കണ്ടന്റെ ഉള്ളിനകത്ത് നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ ഒരു പോഷം കൂടുതലായി എനിക്ക് വേണം. നല്ല അമ്മയെ പറയാമോ? എത്ര പേരായിരിക്കുന്നുണ്ട് ഇരട്ടി ശക്തിക്കായി, ഒരു അഭിഷേകത്തിനായി കരം ഉയർത്താൻ പറ്റുമെങ്കിൽ ഉയർത്തി വരാൻ പറയാം. ഈ ലോകത്തിൽ ഒന്നും കിട്ടിയില്ലല്ലോ, ഒരു അഭിഷേകം കിട്ടിയാൽ അത് മതി. അതുകൊണ്ട് എന്താ പ്രയോജനം ചോദിച്ചാൽ ആ പ്രയോജനം ഞാൻ തന്നെയാ. പൂജമായിരുന്നപ്പോൾ ദൈവം തന്ന അഭിഷേകം എന്നെ ഇവിടെ വരെ എത്തിച്ചെങ്കിൽ പകരുന്ന ദൈവകൃപയ്ക്ക് നിന്നെ ഉയർത്താൻ കഴിയും, നിന്നെ വളർത്താൻ കഴിയും. ഞാൻ ആഗ്രഹിച്ചത് എലീശ പറയാ, ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതെനിക്ക് ദൈവം തന്നു. ഞാൻ എന്താണ് ഏലിയാവിനോട് ചോദിച്ചത് അതെനിക്ക് ഏലിയാവ് തന്നു. എലീശ വളരെ സന്തോഷത്തില്ല. ഞാൻ അടുത്തത് ഇതിന് പിന്നിലുണ്ടായ ഒരു വേദന പറയാൻ പോവാം. പുസ്തകം എടുത്തോ, നമുക്ക് വായിക്കാം. അതിന്റെ മൂന്നാം വാക്യം വായിച്ചേ. സോറി, മൂന്നല്ല, അതിന് 11ാമത്തെ വാക്യം വായിക്കാം. 11 2-ാം 11-ാം വാക്യം എല്ലാവരും ശ്രദ്ധിക്കണം. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഗ്നിരഥങ്ങളും അഗ്നിശ്വരങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. നിങ്ങളിവിടെ ഉണ്ടോ? എന്നെ ഒന്ന് ശ്രദ്ധിച്ച്. ഇത് എല്ലാവരും ഉള്ള ദൂതാണെന്ന് തോന്നുന്നില്ല, എന്നാൽ ആരോടോ ദൈവം എന്ന് പകലിടപെടാൻ പോവുകയാ. കേട്ടോ? ഗിൽഗാല് മുതൽ നടന്ന് എരിഹോവിലെത്തി, അവിടുന്ന് ബഥേലിലെത്തി, ഒടുവിൽ യോർദാൻ നദിയുടെ അക്കരെ ചെന്ന് നിൽക്കുമ്പോൾ ഏലിയാവിന്റെ കൂടെ നിൽക്കുന്നു എലീശ. അപ്പോൾ താൻ ചോദിക്കുന്നു, ഒരു അപ്പന്റെ സ്ഥാനത്ത് നിന്ന് കുഞ്ഞെ നിനക്ക് ഞാൻ എന്താണ് തരേണ്ടത്? ചോദ്യം തീരുന്നതിന് മുമ്പ് ഉത്തരം വന്നു, നിന്റെ ആത്മാവിന്റെ ഇരട്ടി ശക്തി എനിക്ക്. പറയാം, ഇത് കിട്ടാൻ പ്രയാസമാണ്, പക്ഷേ ഞാൻ പോകുന്നത് നീ കാണുകയാണ്. നിനക്ക് ആ ശക്തി ലഭിക്കും. ഇനി കേൾക്കണോ? ഇരട്ടി ശക്തി കൊടുക്കുന്നത് ഏലിയാവല്ല, എലീശയാണ്. ഒരാളിയ പറ. ഈ ചോദ്യം എലീശ ചോദിച്ച ഉടനെ ഏലിയ പറഞ്ഞത് പ്രയാസമുള്ള കാര്യമാണ്, ഞാൻ എടുത്തുകൊള്ളപ്പെടുന്നത് നീ കാണുവാണെങ്കിൽ നിനക്കതുണ്ടാകും. ഇനി ഇവന്റെ മേൽ ഈ ശക്തിയുടെ വ്യാപാരം ഇരട്ടിയായി നൽകേണ്ടത് ആരുടെ ജോലിയാ? പറ. ദൈവത്തിന്റെ ജോലിയാ. ഞാനിത് വായിച്ചപ്പോൾ എന്റെ ഉള്ളം കരകതിന്റെ കാരണം പറയാൻ പോവാ. 3-ാം വാക്യം അതിന്റെ ഒടുവിലത്തെ ഭാഗം, 3-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം, 2-ാം അധ്യായം 3-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഒരു പദം ഇന്നലെ വൈകിട്ട് നമ്മൾ ചിന്തിച്ചത്. യഹോവയാണ് നിന്റെ ജീവനാണ്. അതില്ലേ? അത് എത്രാം വാക്യമോ? 3-ലുണ്ട്, 4-ലുണ്ട്, 6-ലുണ്ട്. പിന്നെ ഇല്ലെന്ന് പറയുന്നത് വായിക്കാൻ തെറ്റിക്കാതെ എന്നെ കൂടെ. യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അതേത് വാക്യം? 3-ലില്ലേ? 2-ന്റെ അവസാനമുണ്ടോ? അതാണ് വായിക്കും. യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ രാമ്യം പറ. എന്റെ കൂടെ നിന്ന് ഗിൽഗാലിന് പുറപ്പെടാൻ പറഞ്ഞ ഏലിയ പറഞ്ഞ നീ എന്റെ കൂടെ വരണ്ട, ഇവിടെ നിന്നോളാൻ പറഞ്ഞപ്പോൾ എലീശ പറഞ്ഞു ഞാൻ നിന്നെ ഞാൻ നിന്നെ പുതപ്പ് ദേഹത്ത് കണ്ണത്തിൽ വെച്ച് വീണത് മുതൽ തുടങ്ങിയ ബന്ധമാണ്. ആ ബന്ധത്തെ ഇവിടെ വെച്ച് തീർക്കാൻ ഏലിയാവ് ആഗ്രഹിച്ചപ്പോൾ എലീശ പറഞ്ഞു ഞാൻ നിന്നെ. ആ 3-ാം വാക്യത്തിൽ കാണുന്നു യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടത്തില്ല. 4-ാം വാക്യത്തിലും യഹോവയാണ് എന്റെ ജീവനാണ്, ഞാൻ നിന്നെ. 6-ാം വാക്യം യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. നല്ല അമ്മയും പറഞ്ഞു.
അതുപോരാ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഞാനിന്ന് രാത്രി വളരെ ലേറ്റായിട്ട് ഈ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്നെ ശ്രദ്ധിച്ച ഒരു ഇരട്ടി പങ്ക് ദൈവകൃപയ്ക്ക് വേണ്ടി കൊതിച്ചു നടന്നവൻ ഏലിയാവിനോട് പറഞ്ഞു, നിന്നെ ഞാൻ വിടത്തില്ല. കേട്ടോ എന്ന് പറഞ്ഞാൽ ഏലിയാവ് തന്റെ ചങ്കാക്കി മാറ്റിയിരിക്കുവാണ്. ആരെ? എലീശ. ആരെ? ഏലിയാവിനോട് പറയാം, നിന്നെ ഞാൻ ഒരിക്കലും വിടത്തില്ല. പക്ഷേ ഏറ്റവും അവസാനം ചോദിച്ച ചോദ്യം ഇരട്ടി ശക്തിയാ. എന്നാൽ ദൈവത്തിന് ഒരു കാര്യം അറിയാം, ഏലിയാവിൽ വ്യാപരിക്കുന്ന ദൈവകൃപ അത് ഇരട്ടിയായിട്ട് എലീശയുടെ മേൽ വരണമെങ്കിൽ ഇവിടെ ഒരു സംഭവം നടക്കണം. എന്താ? ഇവരെ തമ്മിൽ മുതൽ യോർദാന്റെ കര വരുന്നത് വരെ ആവർത്തിച്ചു പറയും, ഞാൻ നിന്നെ വിടത്തില്ല. പക്ഷെ ഇരട്ടി ശക്തി കിട്ടണമെങ്കിൽ ഇവര് തമ്മിൽ ഒന്ന് പിരിയണം. അടിച്ചു പിരിയാനല്ല. കാരണം ഒരുവന്റെ ശുശ്രൂഷ തീർന്നാല് വേറൊരുത്തനെ രംഗത്ത് വരാൻ നോക്കൂ. അങ്ങനെയാണ് അർത്ഥം. ഏലിയാവ് മരിക്കണോ അല്ല ഏലിയാവ് പോകണോ എങ്ങനെ ഇവനെ പറയുള്ളൂ. പക്ഷെ ഏലിശാവോ ഏലിയാവിനെ ചത്താലും വിടുകയില്ല. പക്ഷെ കൃപ പകരണം. ഒരു കാലഘട്ടം മുഴുവൻ കൂടെ നടന്ന ഒരാളെ വിട്ടു പിരിയാന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. പക്ഷെ ആത്മാവ് പറഞ്ഞു, പിരിഞ്ഞാലേ കൃപ പകരുകയുള്ളൂ. മനസ്സിലായോ എനിക്കറിയത്തില്ല. ഞാൻ ആ വാക്യത്തിൽ ഇങ്ങനെ കണ്ടു, ഒരുവൻ ശുശ്രൂഷ തികച്ചു നിൽക്കുക, അവരൻ ശുശ്രൂഷ തുടങ്ങാൻ നിൽക്കുക. ഒരാള് ശുശ്രൂഷ തികച്ചിട്ട് നിൽക്കുക, എന്നാൽ മറ്റോ നിൽക്കുന്നത് തികച്ചിട്ടല്ല, തുടങ്ങാൻ പോവാം. തികച്ചവരും തുടങ്ങാൻ പോകുന്നവരും തമ്മിലൊരു ബന്ധമുണ്ട്. ഇവർ പിരിയാതെ ഒരു പകർച്ച വരികയല്ല. ദൂതയുടെ വല്ലകെട്ട കഥയോ കേൾക്കണോ? ഇവരെ ശ്രദ്ധിക്കണം. ഞാൻ രാത്രി പഠിക്കുക, ഇവര് എന്ത് ചെയ്താലും ഇവർ വരികയില്ല. എന്ത് ചെയ്താലും ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അവർ അങ്ങനെ ഇരിക്കും. ഇവരിൽ നിന്ന് പുതിയതൊന്ന് പുറത്തു വരണമെങ്കിൽ ഈ മണി ചാകണം. ഏലിയാവെന്ന കഥാപാത്രം തീർന്നാലേ എലീശയ്ക്ക് വരാനൊക്കൂ. ഇത് എലീശയ്ക്ക് അറിയത്തില്ല. അറിയുന്നവൻ പറഞ്ഞു, പിരിക്കാൻ പോവാണ്. നിന്റെ വരെ വിളി കിടപ്പുണ്ട്, നിന്റെ വരെ അഭിഷേകം കിടപ്പുണ്ട്. നീ 2025 പ്രയോജനപ്പെടാൻ പോവാ. അതുകൊണ്ട് ദൈവാത്മ പറയുന്നു, നീ പ്രയോജനപ്പെടുന്നതിന് മുമ്പ് ചിലരുടെ നിന്നുള്ള ദൈവം എന്റെ കൂട്ടുകാരൻ ചോദിച്ചാണ് ഇവിടെ തിരുവനന്തപുരത്ത് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞത് ഫോണില്ല. തപ്പി നടന്ന് കാട്ടാക്കട വരും. കാട്ടാക്കട വന്നപ്പോൾ ഞാൻ സൂക്ഷ്മ വീട്ടിലുണ്ട്. രാത്രി 9:30 കാട്ടാക്കട 9:30 എന്റെ കൂട്ടുകാരൻ്റെ ഒരു കാട്ടാക്കട അജിയുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇവരെങ്ങനെ ഇവിടെ എത്തി? അന്ന് ഞങ്ങളുടെ മാഷ് പറഞ്ഞ ഓർമ്മ വെച്ച് ഞങ്ങൾ അവരോട് ചോദിച്ചു ഇവിടെ വന്നു. ഞാൻ പറഞ്ഞു, ഭയങ്കരമായിപ്പോയല്ലോ, എന്താ രാത്രി ഇവിടെ വന്നേ? അത് പറഞ്ഞു, വെറുതെ വന്നാ. ഞാൻ പറഞ്ഞു, വെറുതെ വന്നോമില്ല, എന്നെ കാണാൻ വന്നോ? അത് എന്താ കാര്യം പറ. അവര് സമ്മർദ്ദത്തിലായി. ജോയിച്ചാണ് രാജനെ പറഞ്ഞു, ജോൺസനെ അപ്പച്ചന് സുഖമില്ലാതെ ആശുപത്രിയില്ല പറയാൻ വന്നതാ. ഞാൻ പറഞ്ഞു, വീട്ടിലോട് കയറാൻ പറയട്ടെ, സത്യം പറഞ്ഞിട്ട് പോ, അപ്പച്ചൻ എന്ത് പറ്റി?
ഒന്നും പറ്റില്ല, ആശുപത്രിയില്ല. എന്റെ ചോദ്യം, അപ്പച്ചൻ മരിച്ചോ? രാജനെ ചോദിച്ചാൽ നിന്ന് വരണ്ടു. അയ്യോ അപ്പച്ചൻ മരിച്ചെന്ന് പറയും. എന്റെ സമാധാനം തെറ്റ്. ഞാനവിടെ കിടന്ന് വിളിയായി. അവിടെ നജീം രാജനും ചോദിച്ചാൽ അവിടെ എന്നെ എങ്ങനെയോ പൊക്കി തൂക്കിയെടുത്ത് അടുത്ത വണ്ടിക്ക് ഇവിടെ കയറ്റി കോട്ടയത്ത് കൊണ്ടുപോകും. ഞാൻ രാത്രി ഓർക്കുന്നുണ്ട്, ഏതാണ്ട് ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് കോട്ടയത്ത് വരുന്നത്. എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി അച്ഛനൊക്കെ അറിയാം. സ്കൂട്ടർ ഇപ്പം കയറും, അവിടെ തീരെ വഴിയില്ല, കുത്തുകല്ലാണ്, വെള്ളം ഒഴുകും. എന്നെ 5-6 പേര് തൂക്കി എടുത്തുകൊണ്ട് പോകും. അപ്പച്ചൻ്റെ ബോഡി കൊണ്ട് വീട്ടിൽ വെച്ചിരിക്കുക. എനിക്കറിയാം, എന്നെ അപ്പഴമ്മയും ജനിപ്പിച്ച് പ്രസവിച്ചെങ്കിലും വളർത്തിത്രോ കൊണ്ടുവന്ന് അപ്പച്ചനായതുകൊണ്ട് അപ്പച്ചനെ പറഞ്ഞ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ലായിരുന്നു. ഒരു കാര്യം ഓർക്കണം, അപ്പച്ചൻ ഇവിടെ നെറ്റത്ത് മരിക്കുമ്പോ ഞാൻ ഇതേ സ്ഥലത്തുണ്ടെന്ന് ഓർക്കണം. ആമേ, എന്നെ തൂക്കിയെടുത്തുണ്ടാവുന്ന ഞാന് തിണ്ണയിൽ അപ്പച്ചന്റെ ബോഡിയിൽ നോക്കത്തില്ല, കണ്ണടച്ചു പിടിച്ചിരിക്കുക. ഞാന് അപ്പോൾ ഓർത്തേണ്ടത് ഇവ പ്രസംഗിക്കാനൊക്കെ എളുപ്പമാ, ചിലതൊക്കെ സംഭവിക്കുമ്പോ നമുക്ക് താങ്ങത്തില്ല. ഞാൻ കരയുമ്പോൾ എന്റെ പാസ്റ്ററിന്റെ തോളിൽ ഒരു അടി അടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് അപ്പച്ചൻ പാസ്റ്റർ പുതുപ്പള്ളി ഇരിക്കുന്നത് ഒരടി എന്നെ അടിച്ചു. ഞാൻ അന്നേരം കണ്ണു തുറന്നു. നോക്കാം ജോൺസൺ എന്താ കാണിക്കാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കാണിക്കല്ല, ഇങ്ങനായി പോവാ. ഞാൻ ഒരു നോക്ക് മാത്രം നോക്കി വെച്ച് ഞാൻ തിണ്ണയിൽ കിടന്ന് കരയുവാ. ഒത്തിരി പേര് ശ്രമിച്ചിട്ടും എന്റെ കാര്യത്തിൽ എനിക്ക് അടക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു അമ്മച്ചിയുണ്ട്, അവർ കർത്തൃസേനയിൽ ചേർക്കപ്പെട്ടു. ആരാന്നറിയത്തില്ല, ആരും എന്റെ കയ്യെ പിടിച്ചു മലിക്കുന്നു. ആരാന്നറിയാൻ വേണ്ടി കിടന്നിരുന്ന മിത്രക്കടലിലെ പാപ്പച്ചായി എന്റെ അമ്മാച്ചനെ, അവിടുത്തെ അമ്മ എന്റെ അടുത്ത് വന്നിരുന്നിച്ച് എന്റെ തലമുടി തടവിക്കൊണ്ട് എന്നോട് പറഞ്ഞ വാക്യോ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിലും തനിയിരിക്കുന്നു, ചത്തെങ്കിലോ ഫലം കായ്ക്കുന്നു. ചില നാളുകളായി സുവിശേഷം പ്രസംഗിക്കുന്ന എനിക്ക് അമ്മച്ചി പറഞ്ഞ വാക്യത്തിന്റെ പൊരുള് മനസ്സിലായി. ഇങ്ങനെ പറഞ്ഞ് മാങ്ങാന ജോസഫ് എന്ന് പറഞ്ഞ അപ്പച്ചൻ ചത്താലേ മാങ്ങാന ജോൺസന് പുറത്ത് വരാൻ പറ്റത്തുള്ളൂ. എനിക്കതൊന്നും അറിയത്തില്ലായിരുന്നു. എന്റെ വിളി വല്ലതാണ്. എന്നെ രംഗത്ത് കൊണ്ടുവരുമോ? എന്റെ അപ്പച്ചനെ ശുശ്രൂഷയ്ക്ക് ദൈവം തിരശ്ശീലയിട്ടിട്ടോ എന്നെ കൊണ്ടുവന്നത് അറിയത്തില്ല. നിന്റെ ദൈവത്തിന് വേണം. വരാത്തതിന്റെ കാരണം ഇതുപോലത്തെ ചില ബന്ധങ്ങളാണ്. പക്ഷെ കുറിച്ചേച്ച ദൈവത്തിനെ പുറത്തു കൊണ്ടുവരും. അഭിഷേകം ചോദിച്ച് ഏലീശയോട് ദൈവം പറയുന്നു, ഏലിയാവും നീയും തമ്മിലുള്ള ബന്ധം ഉടമല പരമാർത്ഥ ബന്ധമാണ്. അതിനകത്ത് തെറ്റായൊന്നുമില്ല. പക്ഷെ നീ രംഗത്ത് വരണമെങ്കിൽ ഈ ബന്ധം മുറിയണമെന്ന് തമ്പുരാൻ വിചാരിച്ചിട്ടുണ്ട്. അവനത് മുറിക്കും. ഇത് മുറിക്കാൻ പലരും ശ്രമിച്ചു. ആര് ശ്രമിച്ചെന്നറിയാമോ? ആദ്യം ഏലിയാവ് തന്നെ ശ്രമിച്ചു. നീ വരണ്ടെന്ന് പറഞ്ഞു. 50 പ്രവാചകന്മാർ ഗിൽഗാലിലും ബേഥേലിലും എരിഹോവിലും പുറകെ നടന്നു പറഞ്ഞു മുറിക്കണമെന്ന്. ഇവരൊക്കെ നോക്കിയിട്ടും മുറിഞ്ഞില്ല. പക്ഷെ കൃപ പ്രാപിക്കണേ മുറിക്കണോ? അവര് ദൈവം തന്നെ നേരിട്ട് വന്നു. കുതിരകളും രഥങ്ങളും വന്ന് അവരെ ചിലർക്ക് പറ്റുന്നുണ്ട്. ദൈവത്തിന് നിന്നെ വേണോ? ദൈവത്തിന് നിന്നെ വേണോ? അതുകൊണ്ട് എന്നോട് ദൈവം പറയുന്നു, നിന്റെ ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ട് ചില ബന്ധങ്ങളെ മുറിച്ചു കളയൂ. ചില സ്വർഗത്തിൽ നിന്ന് വന്നു. തമ്മിൽ പിരിച്ചു. ആര്? ദൈവം. പാസ്റ്റർ പറയുന്നത് നിങ്ങൾക്ക് വേദനയാ, പക്ഷെ ഞാൻ ഈ ദിവസം മിണ്ടാതിരിക്കും. തമ്പുരാൻ നിന്നെ പിരിക്കും. നിന്നെ ഹിതത്തിലേക്ക് നടത്താൻ, നിന്നെ ദൈവഹിതത്തിലേക്ക് നടത്താൻ ദൈവം ചില സ്ഥലത്തൊന്ന് നിന്നെ പറിച്ചെടുക്കാൻ പോവാ.
ഭയപ്പെട്ടപ്പോൾ എലീശാനെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്. വായിച്ച വാക്യം, അവരെ തമ്മിൽ പിരിച്ചു. എലീശ അത് കേട്ടിട്ട് എന്റെ പിതാവേ, അയ്യോ 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 അയ്യോ, എന്റെ പിതാവേ, എന്റെ പിതാവേ, ദൈവത്തെ എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. പിന്നെ അവൻ കണ്ടില്ല. ദൈവത്തെ അല്ല സാറ്, തന്റെ അപ്പനെ പോലെ താൻ കണ്ട തന്റെ ആത്മീയ പിതാവ് പോയപ്പോൾ ഏതി അവനെ നോക്കി വിളിച്ചതാ, എന്റെ പിതാവ്, എന്റെ പിതാവ്. ഇസ്രായേലിന്റെ തേരും തേരാളിയുമായുള്ള ഉള്ളവനെ ചേർന്ന് നടന്ന ഒരുവൻ കൂടെ നിന്ന് മാറിയപ്പോൾ ഇടനെഞ്ച് പൊട്ടി കരയുന്ന എലീശ. നോക്കിക്കേ, കരഞ്ഞ് നിലവിളിച്ചപ്പോൾ അവൻ കാണുന്നു ആകാശത്ത് നിന്ന് നൂല് പൊട്ടി പട്ടം പറന്ന് താഴുന്നത് പോലെ ഒരു പുതപ്പ് പറന്ന് വരുന്നത് കണ്ടു. അത് കൈകൊണ്ടെടുത്ത് ചേർത്ത് പിടിച്ചപ്പോൾ ശക്തി അടിക്കാൻ തുടങ്ങി. എന്നെ നോക്കിക്കേ, എലീശ ഇരട്ടി ശക്തി പ്രാപിച്ചത് ചിരിച്ചുകൊണ്ടല്ല, ചങ്ക് തകർന്ന് കരഞ്ഞു പ്രാപിച്ചതാണ് ഈ കൃപ. പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നനയ്ക്കാത്ത ചില നൊമ്പരങ്ങൾ വന്നു കയറുമ്പോൾ ഓർത്തോ, നീ ചാകാൻ പോവല്ല, നീ ശക്തിപ്പെടാൻ പോവുകയാണ്. ചില വേദനകളും ചില നൊമ്പരങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ ഓർത്തോണോ, ഇരട്ടി കൃപ ദൈവം തരാൻ പോകുക, ഇരട്ടി അഭിഷേകം തരാൻ പോകുക. ഇന്ന് അവൻ ചോദിച്ചത് ദൈവം നിനക്ക് തരും. അതിനു മുമ്പ് നിനക്കൊരു വല്ലാത്ത വേദന. മനസ്സിലായവർ മാത്രം ചിലർക്ക് വേദനകളൊക്കെ നിസാരമാണ്. എന്നാൽ പ്രാർത്ഥിക്കുന്ന ചിലർക്ക് വേദനകൾ അവരുടെ കൃപയ്ക്ക് മാറ്റുകൂട്ടാൻ പോകും. ഇത് ഞാൻ വെറുതെ പറഞ്ഞു വിടുകയല്ല, എനിക്കറിയത് ചിലരോടുള്ള ദൂത. ആത്മാവെന്ന് പറഞ്ഞു, ചങ്ക് തുളയ്ക്കുന്നത് പോലത്തെ നമ്പരം വരുമ്പോൾ ഓർത്തണോ, നീ ചോദിച്ച കൃപ നിന്റെ ഇറങ്ങാൻ പോവുക. 2025 ദൈവാത്മാവ് പറയുന്നു, ഭയങ്കരമായ അഭിഷേകം ഇരട്ടി ശക്തിയോടെ, കൃപാവരങ്ങളോടുകൂടെ, അധികാരത്തോടെ ഇരട്ടി വ്യാപാരമായി ഇറങ്ങുവാൻ അവന് മുമ്പ് ഒരു